വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ. വിശുദ്ധ മത്തായി 23 അധ്യായത്തിൽ യേശു 7 ശാപങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് ദുരിതമെന്ന് വ്യക്തമാക്കുന്നു. 1. സ്വർഗരാജ്യത്തിന്റെ വാതിലടയ്ക്കുന്നവർ. അവർ സ്വയം പ്രവേശിക്കുന്നില്ല, മറ്റുള്ളവർക്കും തടസ്സം സൃഷ്ടിക്കുന്നു. 2. വ്യാജ മതപ്രചാരകർ. ഒരാളെ മാനസാന്തരപ്പെടുത്തുമ്പോൾ അവർ അവനെ ഇരട്ടിയായി നരകപുത്രനാക്കുന്നു. 3. കണ്ണടച്ച വഴികാട്ടികൾ. ദേവാലയത്തെയും യാഗപീഠത്തെയും കുറിച്ച് തെറ്റായ വ്യാഖ്യാനങ്ങൾ നൽകി ജനങ്ങളെ വഴിതെറ്റിക്കുന്നവർ. 4. നിയമത്തിന്റെ ചെറിയ കാര്യങ്ങൾ മാത്രം പാലിക്കുന്നവർ. ജീരകം, മല്ലി, കറുവപ്പട്ട എന്നിവയിൽ ദശാംശം കൊടുക്കുന്നു, എന്നാൽ നീതിയും കരുണയും വിശ്വാസവും അവഗണിക്കുന്നു. 5. പുറമെ ശുദ്ധിയും ഉള്ളിൽ അഴുക്കുമുള്ളവർ. അത്തരക്കാർ പാനപാത്രവും തളികയും പുറമെ ശുദ്ധമാക്കുന്നു, ഉള്ളിൽ ദ്രവ്യലോഭവും അനീതിയും നിറഞ്ഞിരിക്കുന്നു. 6. വെള്ളപൂശിയ കല്ലറുകൾ. അവരുടെ പുറമെ മനോഹരം, ഉള്ളിൽ അഴുക്കും അസ്ഥികളും. 7. പ്രവാചകന്മാരുടെ കല്ലറുകൾ അലങ്കരിക്കുന്നവർ. ഞങ്ങൾ അവരുടെ കാലത്തുണ്ടായിരുന്നെങ്കിൽ കൊന്നുകളയുമായിരുന്നില്ല എന്ന് ഇവർ പറയുന്നു, എന്നാൽ ഇവർ യഥാർത്ഥത്തിൽ പ്രവാചകന്മാരെ കൊന്നവരുടെ പുത്രന്മാരാണ്. കപടനാട്യക്കാരെ, നിയമജ്ഞരെ, ഫരീസേയരെ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടങ്ങൾക്ക് സദൃശരാണ്. അവ പുറമേ മനോഹരമായി കാണപ്പെടുന്നെങ്കിലും അവയ്ക്കുള്ളിൽ മരിച്ചവരുടെ അസ്ഥികളും സർവ്വവിധ മാലിന്യങ്ങളും നിറഞ്ഞുകിടക്കുന്നു. 23 അധ്യായം 17 തിരുവചനം. യേശു ജെറുസലേമിനെക്കുറിച്ച് വിലപിക്കുന്നത് ഈ അധ്യായത്തിൽ കാണാം. ജെറുസലേം, ജെറുസലേം, പ്രവാചകന്മാരെ വധിക്കുകയും നിന്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, പിടക്കോഴി കുഞ്ഞുങ്ങളെ ചെറുകൾക്കുള്ളിൽ കാത്തുകൊള്ളുന്നതുപോലെ നിന്റെ സന്തതികളെ ഒരുമിച്ച് കൂട്ടാൻ ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു, പക്ഷേ നിങ്ങൾ വിസമ്മതിച്ചു. വിശുദ്ധ മത്തായി 23 അധ്യായം 37 തിരുവചനം. പരിശുദ്ധാത്മാവേ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.